ഇടുക്കി മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ രാജിക്കത്ത് സ്വീകരിച്ചതിൽ വീഴ്ച വരുത്തിയെന്നാരോപിച്ച് സ്ഥലം മാറ്റിയ മൂന്നാർ പഞ്ചായത്ത് സെക്രട്ടറി GP ഉദയകുമാറിനെ തിരികെ നിയമിക്കാൻ ഉത്തരവ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലാണ് ഉത്തരവിട്ടത്. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, 2 ആഴ്ചയ്ക്കകം തിരികെ നിയമിക്കണമെന്നാണ് ഉത്തരവ്. കൂടുതൽ വിശദാംശങ്ങൾ. കഴിഞ്ഞ മാർച്ച് 29-നാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ദീപ രാജ്കുമാർ രാജിവെച്ചത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് വേണ്ടിയാണ്. ദീപ രാജിക്കത്ത് സെക്രട്ടറിക്ക് നൽകിയത് തന്നെ മുറിയിൽ പൂട്ടിയിട്ട ശേഷം ഒപ്പിടാൻ നേതാക്കൾ നിർബന്ധിച്ചെന്നും വഴങ്ങാതെ വന്നതോടെ തന്റെ പേരിൽ വ്യാജ ഒപ്പിട്ട ശേഷം തന്നെ ബലമായി സെക്രട്ടറിയുടെ മുൻപിൽ എത്തിച്ച് കൈമാറുകയാണ് ഉണ്ടായതെന്നും കാട്ടി ദീപ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെളിവെടുപ്പിൽ പഞ്ചായത്ത് സെക്രട്ടറി രാജിക്കത്തിൽ പ്രസിഡന്റിന് തന്റെ മുൻപിൽ വെച്ചല്ല ഒപ്പിട്ടതല്ലെന്ന് മൊഴി നൽകുകയും ചെയ്തു. തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദീപയെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുകയും വീഴ്ച വരുത്തിയ സെക്രട്ടറിയെ സ്ഥലം മാറ്റാൻ നിർദ്ദേശം നൽകുകയും ചെയ്യുകയുമായിരുന്നു. ഈ നടപടിക്കെതിരെയാണ് തന്നെ അകാരണമായി സ്ഥലം മാറ്റിയെന്നാരോപിച്ച് GP ഉദയകുമാർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചത്. ഇതിനെ തുടർന്നാണിപ്പോൾ ഉദയകുമാറിന് അനുകൂലമായ ഒരു ഉത്തരവുണ്ടായിട്ടുള്ളത്. ആർട്ടിക്കിൾ 243 പ്രകാരം പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെയുള്ള ശിക്ഷണ നടപടികൾ നിലനിൽക്കുന്നതല്ലെന്നും സ്ഥലം മാറ്റിയ ഉത്തരവ് റദ്ദു ചെയ്ത് 2 ആഴ്ചക്കുള്ളിൽ മൂന്നാർ പഞ്ചായത്തിൽ തിരികെ നിയമിക്കാനും KT ചെയർമാൻ ജസ്റ്റിസ് CK അബ്ദുൾ റഹീം ഉത്തരവിടുകയായിരുന്നു. ബിനീഷ് ആന്റണിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.